ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി കിച്ചൻ മാജിക്. ഇന്ന് അടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു 2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ ചിക്കനാണ്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചിക്കനിലെല്ലാം ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇതിൻ്റെ മസാലകളൊക്കെ നല്ലോണം അതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മന്തി മസാല ഉണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കൊച്ചുള്ളി അരച്ച പേസ്റ്റാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മാഗി ക്യൂബോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. ഇനി ഈ മസാലകളെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലോണം മസാലകളൊക്കെ അതിൽ പിടിക്കണം. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അരി എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. 1.5 കിലോളം ഉണ്ട്. ഇതൊരു 2 വെള്ളം കഴിക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരി കുതിരാൻ വേണ്ടി ഇട്ടേക്കാം. നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഉരുളിയിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത്, അതുകൊണ്ട് ഉരുളിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ആദ്യം ഞാൻ ഫ്രൈ പാനിലാണ് വെച്ചത്, അപ്പോൾ അതിലൊരു ഇടം വരാത്തത് കൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി എണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ചിക്കൻ പീസുകൾ പറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാടൻ മല്ലിയില അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ബേ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറകിയുടെ ഇല ഉണക്കിയതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഉണക്ക നാരങ്ങയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളകുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, കീറാത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരുപാട് ഫ്രൈ ആയി പോകരുത്, ഒരു പകുതി വേവിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക് ഫ്രൈ ആയിട്ട്. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. റൈസ് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7 ഏലക്കയും 7 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിന് അളവില്ല. ഇതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് പട്ടയും കുറച്ച് തക്കോലം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീവ്സിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ മുന്തി നിൽക്കണം, അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു നാടൻ മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ചതിന് ശേഷം ഊറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് തന്നെ ചോറിട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. പകുതി ചോറ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണയുണ്ട്, അതിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ചോറിട്ടിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചോറിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മണ്ടയിലൊന്ന് വിതറി കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ചുമപ്പ് കളറിനായിട്ട് ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് റൈസ് ഇട്ടിട്ട് അതുപോലെ ഒന്ന് മണ്ടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഓപ്ഷണലാണ്. ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ചിക്കൻ പീസുകൾ അതിൻ്റെ മണ്ടയിലേക്ക് പറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യാം. ഇനി നമ്മൾ സ്മോക്കിനായിട്ട് നമ്മുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. 2 കനൽ എടുത്തിട്ടുണ്ട്, അതൊരു ചെറിയൊരു ബൗളിലേക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൂടി വെച്ചൊന്ന് അടച്ച് ഒരല്പം നേരം ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. കാണാനൊക്കെ നല്ലൊരു ഭംഗിക്കാണ് വെച്ചേക്കുന്നത്. നല്ല രുചിയുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.